കർത്താവിൻ്റെ തൻ്റെ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠ നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവിടുത്തെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. നമ്മുടെ ജീവിതത്തിൽ നൽകിയ എല്ലാ ഉപകാരങ്ങളും ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ദാവീദ് പറയുന്നു, കർത്താവേ, അങ്ങൊഴികെ എൻ്റെ ജീവിതത്തിൽ ഒരു നന്മയുണ്ട്. നമുക്കത് പറയാൻ കഴിയും. നമ്മൾ സ്വന്തം കഴിവുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒന്നും ഉണ്ടായിരിക്കുന്നത്. കർത്താവ് നമ്മളെ നടത്തുന്ന എൻ്റെ വിധങ്ങൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യും. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശം, അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല. 25 സംഘത്തിൽ ദാവീദ് പറയും, യഹോവേ, നിങ്ങളിലേക്ക് ഞാൻ എൻ്റെ മനസ്സ് ഉയർത്തും, ഞാൻ ലജ്ജിച്ചു പോകാൻ. അടുത്ത വാക്ക്, നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ച് പോകുമ്പോൾ ദൈവത്തെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകട്ടെ. ഉറപ്പാക്കുക, ദൈവത്തെ കാത്തിരിക്കുന്ന ഒരു ഭക്തനും ഒരു കാലഘട്ടത്തിലും തകർന്നു പോകാൻ, നശിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. ഇന്നലകളിൽ നമ്മളെ കരം പിടിച്ച് നടത്തുക, ഇന്നെന്തടത്തും നേരാകത്ത്. പലപ്പോഴും ഉള്ളിൽ വിഷാദം വരുമ്പോൾ നമ്മൾ ദൈവത്തിൽ പ്രത്യാശ വെക്കാൻ തയ്യാറാവും എല്ലാ കാലത്തും. ഇല്ലെങ്കിൽ നമ്മൾ വിഷാദത്തിന് അടിമകളായിത്തീരും. അത് നമ്മളെ നിയന്ത്രിക്കും. ഇതിനെയൊക്കെ ജയിക്കാൻ ഒരു പ്രത്യേക കൃപ നമുക്ക് ആവശ്യമുണ്ട്. കർത്താവെങ്കിൽ പ്രത്യാശയുണ്ട്. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, യഹോവയെങ്കിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിപ്പീൻ, നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. സഹോദരങ്ങളെ, എപ്പോഴും കർത്താവ് പ്രത്യാശയുണ്ട്. ആ കർത്താവ് ആരാണ്? അവിടുത്തെ ശക്തിയുടെ വലുപ്പം എന്താണ് ഒന്നറിയാൻ നമുക്കിടയാണ്. നമ്മൾ പലപ്പോഴും പ്രശ്നങ്ങളും നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതികൂലങ്ങളും നാളെയുടെ വിഷയങ്ങളും ഒക്കെ വലുതായി കാണുമ്പോൾ അതിനേക്കാൾ വലിയൊരുവൻ, പരിഹരിക്കാൻ കഴിയുന്ന ഒരുവൻ, സകല പ്രശ്നങ്ങളുടെ ഉത്തരമായൊരുവൻ നമ്മുടെ മധ്യ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയാൽ നമുക്ക് നിരാശപ്പെടാൻ കഴിയില്ല. പലപ്പോഴും നമ്മൾ നമ്മുടെ വിഷയത്തെയാണ് വലുതായി കാണുന്നത്, സർവശക്തനെ വലുതായി കാണുന്നില്ല. അവിടത്തേക്ക് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കാൻ തയ്യാറായാൽ നമ്മൾ ഒരിക്കലും പരാജയപ്പെടില്ല. അല്ലെങ്കിൽ നിരാശ നമ്മുടെ അകത്ത് പ്രവേശിക്കും, ഹൃദയം ക്ഷീണിക്കും, മനസ്സിടി. അവിടെയാണ് ദൈവത്തിൽ പ്രത്യാശയുള്ളവർ ധൈര്യപ്പെട്ടിരിക്കുന്നത്. എപ്പോഴും ധൈര്യപ്പെടാൻ നമുക്കൊരിടമുണ്ട്. യഹോവയെങ്കിലെ സന്തോഷം എന്നും നമ്മുടെ പരമായിരിക്കണം. ലോകം തരുന്ന സന്തോഷമൊക്കെ നിമിഷ നേരം കഴിയുമ്പോൾ മാറും. അടുത്ത മിനിറ്റ് അതിനൊക്കെ വ്യത്യാസം വരുത്തും. ദൈവത്തിലും ദൈവത്തിൻ്റെ വചനത്തിലും സന്തോഷിക്കാൻ നമുക്കിടയായി തീർന്നാൽ നമ്മൾ ധന്യരാണ് പ്രിയരെ. എപ്പോഴും വചനത്തിൽ നമ്മൾ ആശ്രയിക്കണം, വചനം മുറുകെ പിടിക്കണം. അത് ഹൃദയത്തിൽ സംഹരിക്കാൻ തയ്യാറാണെങ്കിൽ, ഹൃദയത്തിൽ വചനം സംഗ്രഹിക്കാൻ തയ്യാറാണെങ്കിൽ ഈ വചനം നമ്മെ ബലപ്പെടുത്തും, ശക്തിയോടെ നിർത്തും.
പ്രതികൂലങ്ങളെ ജയിക്കാനുള്ള കൃപ നമ്മുടെ മേൽ. വചനമയച്ചു സൗഖ്യമാക്കുന്ന, വചനമയച്ചു വിടുവിക്കുന്ന ആ ദൈവത്തിന് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. വളരെ സുപരിതമായ വാക്യം. ലൂക്കോസ് സുവിശേഷം 18-1 വാക്യം. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ശക്തമായ ഒരു ഉപമയാണ് മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കും എന്നുള്ളത്. അപ്പോൾ ജീവിതത്തിൽ മടുപ്പുണ്ടാകും, പ്രാർത്ഥനയ്ക്ക് മടുപ്പുണ്ടാകും. അതുകൊണ്ടാണ് മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത്. എപ്പോഴൊക്കെ മടുപ്പുണ്ടാവും? പ്രാർത്ഥനയുടെ റിസൾട്ടുകൾ ലേറ്റ് ആകുമ്പോൾ മടുപ്പുണ്ടാകും. ഒത്തിരി തവണ പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടിയില്ലെങ്കിലും നമുക്ക് മടുപ്പുണ്ടാകും. മാത്രമല്ല, വിഷയങ്ങൾ അത്ര വലിപ്പമുള്ളതാണെങ്കിലും നമുക്കതിനോട് പ്രതികരിക്കാൻ കഴിയാതെ മടുപ്പുകളുണ്ടാവുന്ന സാഹചര്യങ്ങൾ നമ്മളെ മടുപ്പിലേക്ക് കൊണ്ടുവരും. ഇനി ആ വിഷയത്തിന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, അത് ഞങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ല, പരിഹരിക്കാൻ പറ്റില്ല എന്ന ചിന്ത വന്നാൽ നമ്മൾ സാധ്യതകൾ നോക്കിയാണ് പല വിഷയങ്ങളിലും പ്രാർത്ഥിക്കുന്നത്. സാഹചര്യങ്ങൾ അനുകൂലമാണോ, സാധ്യതകളുണ്ടോ, സോഴ്സുകൾ ഒരുങ്ങാൻ അനുകൂലമായ രീതികളാണോ, അതൊന്നും അല്ലെങ്കിൽ നമ്മുടെ വിഷയത്തെ കണ്ടിട്ട് നമുക്ക് മടുപ്പുണ്ടാകും. പക്ഷെ പ്രിയരെ, സെക്കരിയ പുരോഹിതനോട് കർത്താവിൻ്റെ ആത്മാവ് പറയുന്ന പ്രസ്താവന നിങ്ങൾ ശ്രദ്ധിക്കുക. പരിശുദ്ധാത്മാവ് പറയുകയാണ്, സെക്കരിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. വിഷയങ്ങൾ കുറെ വർഷം പ്രാർത്ഥിച്ചിട്ട് നമ്മളാണ് നിർത്തില്ലേ? തീർച്ചയായിട്ടും നിർത്തും. സെക്കരിയ വർത്തിക്കുമായെങ്കിലും പ്രാർത്ഥന നിർത്തിയില്ല. 25 വർഷം 30 വർഷമൊക്കെ കഴിഞ്ഞാൽ പലരും സബ്ജക്റ്റിന് വിടുതൽ വന്നില്ലെങ്കിൽ പ്രാർത്ഥന അവിടെ കൊണ്ട് അസ്തമിപ്പിക്കില്ലേ? പിന്നെ സബ്ജക്റ്റ് മറന്നു പോവില്ലേ? പക്ഷേ സെക്കരിയാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് സെക്കരിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. സാഹചര്യങ്ങളും കാലപ്പഴക്കങ്ങളും നോക്കാതെ, വിഷയം പഴകി എന്ന് ചിന്തിക്കാതെ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് ശക്തമായി തൂതാർ. നമുക്കറിയാം, ഹന്ന പ്രാർത്ഥിച്ചു, പക്ഷേ അവിടെയും തനിക്ക് അനുകൂലമായല്ല പ്രതികരണം ലഭിച്ചത്. നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകൾ അകത്തു നിന്ന് വന്നില്ലേ? തൻ്റെ പ്രതിയോഗി തന്നെ വേദനിപ്പിച്ചില്ലേ? പ്രാർത്ഥിക്കാൻ കഴിയാതെ വണ്ണം മനസ്സിടിഞ്ഞില്ലേ? മാത്രമല്ല, ആലയത്തിൽ വന്നപ്പോഴും തനിക്ക് ബലം നൽകുന്ന വാക്കുകളല്ലല്ലോ കേട്ടത്. ലഹരി പിടിച്ചിരിക്കുകയാണല്ലോ, അവിടെയും മനസ്സ് മടക്കില്ലേ? പക്ഷേ ഹന്ന ഹൃദയം ദൈവത്തിൻ്റെ മുമ്പാകെ പകർന്നപ്പോൾ അവിടെ പ്രാർത്ഥനയ്ക്ക് മടുത്തു പോകാതെ അവൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകിയെങ്കിൽ, സാഹചര്യങ്ങൾ വകവെക്കാതെ, പ്രതികൂലങ്ങൾ വകവെക്കാതെ, ചില വിഷയങ്ങൾ ലേറ്റായത് കണ്ട് മടുപ്പ് കൊണ്ടുവരാതെ അതിനെ ജയിച്ചുകൊണ്ട്, കാരണം വരുന്ന വാഗ്ദത്തങ്ങൾ
ഏറ്റവും ടോപ്പായതല്ലേ വൈകി വന്നത്? നേരത്തെ നടക്കാത്തതിന് നമ്മൾ ചിലതിന് നന്ദി പറയണം. അന്ന് നടക്കുന്നതിനേക്കാൾ റൈറ്റ് ടൈമിൽ നമ്മൾ ചിന്തിക്കും സമയം കഴിയില്ല. ദൈവം സമയം കഴിഞ്ഞ് ഒന്നും എങ്ങും ചെയ്തിട്ടില്ല, ഇനിയും ചെയ്യത്തുമില്ല. റൈറ്റ് ടൈമിൽ ദൈവം ചെയ്യുന്നത് ഏറ്റവും ടോപ്പാണ്, അത്യുത്തമമാണ്. അതുകൊണ്ട് ഒരു വിഷയത്തിലും സാഹചര്യങ്ങൾ കണ്ട് മനസ്സ് മടുക്കരുത്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ ഈ പ്രഭാതത്തിൽ നമുക്കും ഒരു ശബ്ദം കേൾക്കും. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി, നിന്റെ വിഷയത്തിന് ഉത്തരമായി, നിന്റെ കുടുംബത്തിന് വിടുതലായി, നിന്റെ തലമുറകൾ സൗഖ്യമാകുന്നു. ചിലതിനെ ദൈവം പുറത്തു കൊണ്ടുവരുന്നു. യേശുവിൻ്റെ നാമത്തിൽ മടുക്കരുത്, മടുക്കരുത്, മടുക്കരുത്. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ നമുക്ക് തയ്യാറാവാം. വലിയ അത്ഭുതങ്ങൾ ഇന്ന് പകൽ പ്രതീക്ഷിക്കൂ. ഇടിഞ്ഞുപോയ, നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥന, ആ ചൈതന്യം ഇന്ന് പകൽ തിരികെ പിടിക്കും. കർത്താവേ, എത്ര പേർ പറയും ഞങ്ങൾ മടുത്തുപോയി, പലതും കണ്ട, പലതും ലേറ്റായി, പലതും നടക്കാതിരുന്നപ്പോൾ ഇനിയും സാഹചര്യമൊന്നുമില്ലല്ലോ എന്ന് കണ്ട പ്രാർത്ഥന നിർത്തി ഞങ്ങൾ മടുത്തുപോയി. ഞങ്ങൾ പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരുന്നു. അങ്ങേക്ക് സകലവും കഴിയും. അങ്ങയുടെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല. പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് അധ്യായം. നിങ്ങൾ നോക്കൂ. പ്രതീക്ഷയ്ക്ക് വകയില്ലാതിരുന്ന മനുഷ്യൻ പ്രാർത്ഥിക്കുക. അറിവ് കൂടാതെ ആലോചനയെ മറിച്ചു കളയുന്നൊരു ദൈവം ഉണ്ടത് പ്രാർത്ഥിക്കുക. അതേ അധ്യായത്തിൽ നഷ്ടപ്പെട്ടതിനെ മടങ്ങി വന്നതുപോലെ ഇന്ന് പകൽ പ്രാർത്ഥിക്കൂ. മടുത്തു പോകാതെ പ്രാർത്ഥിക്കൂ. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ, ആത്മാവിൽ പ്രാർത്ഥിക്കാൻ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ, സംശയിക്കാതെ പ്രാർത്ഥിക്കാൻ കർത്താവേ, അങ്ങ് ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ മടുപ്പ് വന്ന് ക്ഷമിക്കണമേ, അവിശ്വാസം വന്ന് ക്ഷമിക്കണമേ. ഇന്ന് പകൽ ഞങ്ങളെ മടക്കി വരുത്തണമേ. ചില വിടുതലുകൾ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കുന്നു. ഞങ്ങളുടെ വാഗ്ദത്തം ലേറ്റ് ആകുന്നതല്ല, റൈറ്റ് ടൈമിലേക്ക് കർത്താവ് അതിനെ നിർത്തിയിരിക്കാൻ ഞങ്ങൾ നന്ദി പറയുന്നു. വിടുതലുകൾക്ക് സ്തോത്രം, സൗഖ്യത്തിന് സ്തോത്രം, ബലത്തിന് സ്തോത്രം. സകല മഹത്വവും അവിടുത്തെ പദവിടത്തെങ്കിൽ മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകൂ. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുകയും കർത്താവ് വൻ കാര്യങ്ങൾ ചെയ്യും. ഈ വചനങ്ങൾ അവിടെ സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബി. ജോ മാത്യു.